കാലാകാലങ്ങളിൽ കേരളം ആർജിച്ചെടുത്ത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു കരുത്തുണ്ട്. ഇപ്പോൾ PM ശ്രീയിൽ നിന്ന് പിന്നോട്ടേക്ക് പോയാൽ നാളെ രാവിലെ ആകാശം മൊത്തം ഇടിഞ്ഞു അത് മൊത്തം നശിച്ചു പോകുന്ന ഒരവസ്ഥയല്ല. അത് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ഒരു കരുത്ത് ആ മേഖലയ്ക്കുണ്ട്. മറ്റൊരു വിഷയം എന്തായാലും ഇതിൽ നിന്ന് പിന്മാറ്റം എത്രത്തോളം യാഥാർത്ഥ്യമാകും, എത്രത്തോളം സാധ്യമാണ് എന്ന് പറഞ്ഞാൽ ഈ MOUയിൽ വളരെ ഭംഗിയായി വളരെ കൃത്യമായി തന്നെ സംസ്ഥാനങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഓപ്ഷനൊന്നും ഇല്ല എന്ന് വളരെ ഭംഗിയായി തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ പിന്മാറ്റം എത്രത്തോളം സാധ്യമാകുമെന്നുള്ള സാങ്കേതിക വശം അവിടെ നിൽക്കുന്നുണ്ട്. മനീഷ് മഹിപാൽ തുടരുന്നു. മനീഷ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെയുണ്ട്, പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, പാർട്ടി ദേശീയ സെക്രട്ടറി MA ബേബി, പ്രധാനപ്പെട്ട ഇടതു നേതാക്കളൊക്കെ ഇപ്പോൾ AK സെന്ററിലുണ്ട്. അവിടെ നടന്നതിന് ശേഷം എല്ലാ നേതാക്കളും ഒരുമിച്ച് മാധ്യമങ്ങളെ കാണുക എന്നൊരു പ്ലാൻ ഉണ്ടോ? ഹാഷ്മി, അത്തരം സാധ്യത കുറവാണ്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്താനെത്തിയ CPI നേതാക്കൾ ആദ്യം മാധ്യമങ്ങളെ കാണുകയോ അതിനുശേഷം പിന്നീട് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി കാര്യങ്ങൾ വിശദീകരിക്കുകയോ ആകാം സാധ്യതയുള്ളത്. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട ഒരു മാറ്റം ഉണ്ടാകുന്നത് ഇന്ന് രാവിലെ മാത്രമാണ്. ഇന്നലെ രാത്രിയിലടക്കം SFI പ്രവർത്തകർ ഈ സർവകലാശാലയിലേക്ക്, അതായത് കാർഷിക സർവകലാശാലയിലെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വലിയ സമരവുമായി ഇന്നലെ രാത്രിയാണ് തലസ്ഥാനത്ത് VCയുടെ വീട്ടിലേക്ക് എത്തുന്നത്. അങ്ങനെ രാഷ്ട്രീയ യുദ്ധമായി തന്നെ തലസ്ഥാനത്ത് മാറുന്നു. തൃശ്ശൂരിൽ ഇന്നലെ അത് വലിയ യുദ്ധമായി മാറുന്നു. ഇന്നലെ ഏറ്റവും ഇന്നലെ ദേശാഭിമാനിയുടെ മുഖപത്രത്തിൽ വിദ്യാഭ്യാസ മന്ത്രി അടക്കം CPIക്കെതിരെ പരോക്ഷ വിമർശനവുമായി ഈ PM ശ്രീ വിവാദത്തിലടക്കം നടക്കുന്നത് കുപ്രചാരണമാണെന്ന രീതിയിൽ പാർട്ടി മുഖപത്രത്തിൽ ലേഖനം എഴുതുന്നു. ഇത് സംബന്ധിച്ച് രാഷ്ട്രീയമായ വിദ്യാഭ്യാസ നയം കേരളത്തിൽ കൊണ്ടുവരികയില്ല, ഇത്തരത്തിലുള്ള ആശയ അടിസ്ഥാനത്തിലില്ലാത്ത പ്രചരണം നടത്തുന്നത് മറ്റു ചില കേന്ദ്രങ്ങളിൽ നിന്ന് അടക്കമുള്ള കാര്യങ്ങൾ മുഖപത്രത്തിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്നലെ രാത്രിക്ക് ശേഷമാണ് കാര്യങ്ങളൊക്കെ തന്നെ മാറി മറിയുന്നത്. ഇപ്പോഴിതാ ഈ ധാരണാപത്രത്തിൽ ഒപ്പിടുക ഇതിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. NEP എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചതിന്റെ മട്ടിൽ ഇത് NEP ഒപ്പിട്ടാലും ഈ പറയുന്ന രീതിയിൽ കേരളത്തിൽ വിചാരിച്ച പോലെ പണം നമുക്ക് വാങ്ങിയെടുക്കാം, പിന്നെ കേരളത്തിന് ഇഷ്ടം പോലെയൊക്കെ ചെയ്യാം എന്നൊക്കെയുള്ള വെറുതെ വാദങ്ങളാണ്, വെറുതെ നറേറ്റീവാണ്. അങ്ങനെയൊന്നും അല്ല അവസ്ഥ എന്നുള്ള NEP വായിച്ച ആർക്കും മനസ്സിലാവും. വായിച്ച് ഏറ്റവും നന്നായി മനസ്സിലാക്കിയിട്ടുള്ളവർ CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള CPMന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു, VC ശിവൻകുട്ടി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾക്ക് തന്നെയാണ് നേരത്തെ കേരളത്തോട് അവർ ഇങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും അത് പ്രഖ്യാപിച്ചതിനുള്ള പിന്മാറ്റത്തിന്റെ മണിക്കൂറുകൾ ഇപ്പോൾ കാണുകയാണ്. പിന്മാറുന്നത് ഈ ദിവസം രാവിലെ മാത്രം. ഇന്നലെ വരെ അങ്ങനെ ഏതെങ്കിലും സൂചന ഉണ്ടായിരുന്നില്ല. ഈ ദിവസം രാവിലെ മാത്രമാണ് CPIക്ക് വഴങ്ങി അത് മരവിപ്പിക്കാനുള്ള കത്ത് കേന്ദ്രത്തിന് അയക്കാനുള്ള നിർണായകമായ തീരുമാനം 24 ആണ് അത് കേരളത്തെ അറിയിച്ചത്. അപ്പോൾ അതിലേക്ക് നയിച്ച കൂടുതൽ ഘടകങ്ങൾ, അതിന്റെ ഇമ്പാക്ട് ഒക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ കാത്തിരുന്ന് കാണേണ്ടതുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.